Na 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 na. Ta-ra-ra-ra-ra, 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 ra-ra-ra-ra-ra, ta-ra-ra-ra-ra, ra-ra-ra, ra-ra, na-na, ta-ra-ra-ra, ta-ra. Ta-ra-ra-ra, ta-ra, ta-ra-ra-ra. അങ്ങനെ നമ്മുടെ ടോപ്പ് സിംഗർ സീസൺ 6ന്റെ ആദ്യത്തെ എപ്പിസോഡ് ഐശ്വര്യമായിട്ട് MJ അങ്കിളുടെ പാട്ടോടുകൂടി വിത്ത് നമ്മുടെ ഓർക്കസ്ട്ര ടീമിന്റെ കൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അല്ലേ? തുടങ്ങാം നമുക്ക്. തുടങ്ങാം, ഐശ്വര്യമായിട്ട് തുടങ്ങാം. പറഞ്ഞ പോലെ അതെ. തുടങ്ങാം. സീസൺ 6 എന്ന് പറയുമ്പോൾ ഞാനൊരു 6 കാരനാണ്. എന്ന് വെച്ചാൽ ന്യൂമറോളജി നമ്പർ എന്റെ 6 ആണ്. ശരി, 6 അപ്പൊ 6 വളരെ നന്നായിരിക്കും എന്നാണ് എന്റെ ഒരു ഊഹം. ഓഡീഷൻ കഴിഞ്ഞു. വളരെ ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികളാണ്. അതെ, ജഡ്ജസ് സെലക്ട് ചെയ്ത ആൾക്കാരൊക്കെ പുറത്ത് റെഡി ആയിട്ടിരിക്കുക പാട്ട് പാടാനായിട്ട്. അതെ, ഞങ്ങളും അവരെ കാണാനും അവരുടെ പാട്ട് കേൾക്കാനുള്ള ഒരു ആകാംക്ഷയിലാണ്. നമ്മൾ ഈ ആകാശങ്ങളിലൊക്കെ ഇങ്ങനെ പാറി നടക്കുന്ന പക്ഷിക്കൂട്ടങ്ങളെ കാണാറില്ലേ? അവരൊക്കെ നമുക്ക് വേണ്ടി പല പാട്ടുകളും തരാറുണ്ട്, സംഗീതം തരാറുണ്ട്. പല ചിലകളിലിരുന്ന് അവർക്ക് വേണ്ടി മാത്രമല്ല, ഈ ലോകത്തിന് മുഴുവനുമായിട്ട് അവർ സംഗീതം പങ്കിടുകയാണ്. അങ്ങനെയുള്ള ഒരു കുഞ്ഞു പക്ഷിക്കൂട്ടമാണ് നമ്മുടെ ടോപ്പ് സിംഗർ. നമ്മുടെ ഈ കുഞ്ഞു പക്ഷിക്കൂട്ടം, നമ്മുടെ കുഞ്ഞു പാട്ടുകാർ ഈ ലോകം കീഴടക്കുന്നത് കാണാനായിട്ടും കേൾക്കാനായിട്ടും ഇരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ 4 പേരും, മീനൂട്ടി ഉൾപ്പെടെ. എൻ്റെ മകളുടെ കൂടെ വീണ്ടും ഈ വേദി പങ്കിടുന്നത് എൻ്റെ കണ്ണ് നനയ്ക്കുന്ന ഒരു അനുഭവമാണ്. ആര്യ ചേച്ചി ആദ്യമായിട്ടാണ് ഒരു ജഡ്ജിങ് പാനലിലും നമ്മൾ ഓഡീഷൻ സമയത്തേ പറഞ്ഞതാണ്. ഇപ്പൊ എങ്ങനെ തോന്നുന്നു? ഇത് എന്തായാലും ഒരു ഫാമിലി പോലെയാണ് എല്ലാരും ടോപ്പ് സിംഗർ സീസൺ 6-ല്. അപ്പൊ ചേച്ചി ഫസ്റ്റ് ടൈം ജഡ്ജ് ചെയ്യാൻ കന്നി ജഡ്ജാ, കന്നി ജഡ്ജ്. പോവാണ്. ബട്ട് മീനൂട്ടി, എന്തോ ഡോണ്ട് ഫോർഗെറ്റ്, ഷീ ഈസ് അവർ ക്യാപ്റ്റൻ. അതെ, I am the അങ്ങനെ captain. ആദ്യമായിട്ട് ജഡ്ജ് ചെയ്യുന്നതിൽ നമ്മുടെ ക്യാപ്റ്റനായ ആര്യ ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? എനിക്കിവിടെ ജഡ്ജ്മെന്റിന് ഇരിക്കുന്ന പോലെ ഒന്നും തോന്നുന്നില്ല. ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയും. നമ്മള് നടുവിൽ ഞാൻ ഇങ്ങനെ വർത്താനൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് ചിരിച്ചുല്ലസിച്ച് നല്ല രസത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് ജഡ്ജ്മെന്റ് എന്നുള്ള ഇതൊന്നും വരുന്നില്ല ആക്ച്വലി. പിന്നെ കുട്ടികൾ പാടുന്നത് കേൾക്കാനും ഓർക്കസ്ട്ര പ്ലേ ചെയ്യുന്നതും എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എല്ലാം പുതിയ എക്സ്പീരിയൻസ്, സംതിങ് വെരി ന്യൂ. അതെ, ഞാൻ ആലോചിക്കും, ഐ ആം സോ ലക്കി ടു ബി ഹിയർ ഓൺ ദ സ്റ്റേജ് വിത്ത് ദ ലെജൻഡ്സ്, ടു ബി ഹിയർ. എല്ലാവരുടെയും മുന്നിൽ പാടാനും പെർഫോം ചെയ്യാനും എനിക്ക് ഓരോ ദിവസവും എനിക്ക് ലെസൺസ് ആണ്. ഈ സീസൺ 6-ൽ ഇന്നിപ്പോ മത്സരം ആരംഭിക്കുകയാണ്. നമ്മുടെ ഏറ്റവും പ്രഗത്ഭരായ കലാകാരന്മാരടങ്ങുന്ന നമ്മുടെ ടോപ്പ് ബാൻഡ് ഇവിടെ സജീവമാണ്. ഇന്ന് അവരെ നമ്മൾ ഇന്നത്തേക്ക് സ്വാഗതം ചെയ്യാണ്. വെൽക്കം ടോപ്പ് ബാൻഡ്. അപ്പൊ ജഡ്ജസ് നമ്മൾ റെഡിയാണ് അല്ലേ? റെഡി. ജഡ്ജസിനെ എല്ലാവരെയും ഒരുപാട് എക്സ്ട്രാ സന്തോഷത്തോടു കൂടി നമ്മുടെ സീറ്റിലേക്ക് വെൽക്കം ചെയ്യാൻ MJ അങ്കിൾ റെഡി അല്ലേ? ആര്യ ചേച്ചി റെഡി? മധു അങ്കിൾ ഡബിൾ റെഡി. അപ്പൊ വെൽക്കം Captain, please lead. യെസ്, Yes. കം ഓൺ. Captain, please. അതെ, ക്യാപ്റ്റൻ ഇരുന്നിട്ട് നമുക്കിരിക്കാം അല്ലേ? എന്റെ ടീം മെമ്പേഴ്സ് ഇരിക്കാതെ ക്യാപ്റ്റൻ ഒരിക്കലും ഇരിക്കില്ല. അങ്ങനെ പറയരുത് ക്യാപ്റ്റൻ. Please ഞങ്ങൾ take your ക്യാപ്റ്റനെ seat. റെസ്പെക്ട് ചെയ്യുന്നു. ശരി, പ്ലീസ്. ഒരുമിച്ചിരിക്കാം. ഇരിക്കും, ഒരുമിച്ചിരിക്കാം. 1 2 3 സിറ്റ്.
ജഡ്ജസ്, നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലെ മത്സരങ്ങൾ നമ്മൾ തുടങ്ങാൻ പോവാണ്. ആദ്യത്തെ ആളെ വിളിച്ചാലോ? വിളിക്കാം. ടോപ്പ് സിംഗറിലെ ഒരു കുഞ്ഞു മണിമുത്ത് എത്താൻ പോവാണ്. ആലുവെന്നാണ് വരാൻ പോകുന്നത്. നമ്മൾ കണ്ടാ നമുക്ക് കൊതിയാവും. അതുപോലുള്ള ഒരാളാണ് വരാൻ പോകുന്നത്. ലെറ്റ്സ് വെൽക്കം ഞങ്ങളുടെ എസ്തർ കുട്ടി ഓൺ സ്റ്റേജ്. ഹലോ. ഹലോ. സുഖാണോ? സുഖ. മിനുടെ, എന്തോ ഈ രാത്രി നക്ഷത്രങ്ങളെ കാണാറുണ്ട്. ഉണ്ട്. ഒരു നക്ഷത്രം താഴെ ഇങ്ങനെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഇവിടെ നിന്നാ ഇങ്ങനെ ഉണ്ടാവും. ഇങ്ങനെ ഉണ്ടാവും. ഇങ്ങനെ ഉണ്ടാവും. വിണ്ണിൽ നിന്നും മണ്ണിലേക്ക് ഇറങ്ങി വന്ന താരം അതാരാ? ഞാൻ. ഞാൻ എത്ര വയസ്സായി ഇപ്പോ? 7. ടോപ്പ് സിംഗറിൽ വന്നു എന്ന് പറഞ്ഞോ എല്ലാരോടും? എന്ത് പറഞ്ഞു? കൺഗ്രാറ്റുലേഷൻസ്. Congratulations. നല്ല ഫ്രണ്ട്സ് അല്ലേ? ആരാ ബെസ്റ്റ് ഫ്രണ്ട്? ആരാ? സുബാന. അടുത്ത പ്രാവശ്യം വരുമ്പോ സുബാനേനെ കൊണ്ടുവരുമോ? ഇല്ല. ഇല്ലേ? അതെന്താ? സത്യസന്ധമായിട്ടുള്ളൊരു ഉത്തരം അതെന്താ? കേട്ടോ. അത്ര വലിയ ഫ്രണ്ട്ഷിപ്പ് ആയിട്ടില്ല അവൻ. കൊണ്ടുവരാൻ താല്പര്യമില്ല എന്ന് തന്നു വിടില്ല അച്ഛനും അമ്മയും. തന്നുവിടില്ല. അതുകൊണ്ടാ. ശരി. ഇന്നാരാ കൂടെ വന്നിട്ടില്ലേ അപ്പ? പപ്പയും അമ്മയും കുഞ്ഞാവേ. കുഞ്ഞാവ വന്നിട്ടുണ്ടോ? കുഞ്ഞാവ, എന്താ ആ. കുഞ്ഞാവയുടെ പേരെന്താ? എബൻ. എബൻ എഴുന്നേറ്റിരിക്കുന്നുണ്ടല്ലോ ഇപ്പൊ. ഇവൻ ഉറങ്ങും, എഴുന്നേറ്റു. പാട്ട് കേട്ട് ഉറങ്ങും. അതെ അതെ. മക്കളെ ഏതാണ് പാട്ട്? മഞ്ഞൾ പ്രസാദം. മഞ്ഞൾ പ്രസാദം. ആ, മഞ്ഞൾ സന്തോഷായി. പ്രസാദം. ആ, അതിന്റെ ഡീറ്റെയിൽസ് അറിയാമോ? സിനിമ, ആ. നക്ഷത്രങ്ങൾ, ആ. പാടിയത് ചിത്രാമ, ആ, ഗാനരചയിതാവ് ONV കുറുപ്പ്, ONV കുറുപ്പ് സാർ. ആ. മ്യൂസിക് ബോംബെ രവി സാർ. ഓക്കെ. ആ, വർഷം അറിയാമോ? 1986. കറക്റ്റ്. വെരി ഗുഡ്. സെറ്റ്. Good അപ്പൊ girl. നമുക്ക് തുടങ്ങിയേക്കാം അല്ലേ? ആ. റെഡി അല്ലേ? റെഡി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. 1 2 1 2 3 4. മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറി മുണ്ടു ചുറ്റി. മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറി മുണ്ടു ചുറ്റി. ഇന്നിന്റെ മുറ്റത്ത് പൊന്നോണപ്പൂവേലി വന്നു ചിരേത്താകെ നിന്നു
ആഹാ എസ്തർ, എന്തോ എന്ത് രസാ പാടുന്ന കാണാനും കേക്കാനും ഇവിടുന്ന്. താങ്ക് യു. ഇഷ്ടപ്പെട്ടോ പാടിയത്? ആ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു. നല്ല രസത്തിൽ പാടുന്നുണ്ട്. 7 വയസ്സിലാണ് ഈ പാട്ട് പാടുന്നതെന്ന് ആലോചിക്കണം. ഹാറ്റ്സ് ഓഫ്. താങ്ക് യു. അത് നമ്മൾ ഇങ്ങനെയാണ് പറയേണ്ടത്. ഓ മൈ ഗോഷ്, ഓ മൈ അതെ. ഗോഷ്. ഓ മൈ ഗോഷ്. അതെ, 7 വയസ്സിലൊക്കെ ഇങ്ങനെ 7 പാടാൻ പറ്റുമോ? വയസ്സിലാണ് ഇങ്ങനെ പാട്ട് പാടുന്നത്. ആ മീനൂട്ടി ഇങ്ങനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ ആരെയും കണ്ടില്ല. ഞാൻ ആകെ ഈ എസ്തർ കുട്ടിയെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഞാൻ കണ്ടിട്ടുള്ളൂ അല്ലേ? ആ. മധു കണ്ടിട്ടുണ്ടോ? ഞാനും ആദ്യമായിട്ടാ കാണുന്നേ. ആദ്യമായിട്ട് കാണണം. ആ അല്ല നമ്മ അതങ്ങടെ പാട്ടൊക്കെ കേൾക്കാറുണ്ട്. എന്താ ഏത് പാട്ട് കൊറേ പാട്ടുകളുണ്ട്. ആണോ? ആ, അപ്പൊ എസ്തർ എന്തോ നന്നായി പാടുന്നുണ്ട് കേട്ടോ. താങ്ക് യു. നല്ല കോസ്റ്റ്യൂം, നല്ല രസമുണ്ട് അവിടുന്ന് പാടുന്ന കാണാൻ വേണ്ടിട്ട്. ആ കൈ ഇങ്ങനെ പോണതും, പിന്നെ ഇടയ്ക്ക് മഞ്ഞൾ പ്രസാദത്തിന്റെ സാ വരുന്നില്ല, പല്ലില്ല. പിന്നെ അപ്പൊ ഞാൻ സാ പിന്നെ പിന്നെ ഞാൻ ഞാൻ. അതെങ്ങനെയാ പിന്നെ ഞാൻ. ഓക്കെ. അടിപൊളി പെർഫോമൻസ്. Thank വെൽ ഡൺ. you. എസ്തർ ബേബി, എന്തോ എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. പാട്ട് എസ്തർ കുട്ടി നന്നായിട്ട് പാടിട്ടോ. താങ്ക് യു. ഈ 7 വയസ്സിൽ ഈ പാട്ട് ഇത്ര നന്നായിട്ട് പാടുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. പിന്നെ ചില ഭാഗത്തൊക്കെ എന്ത് നന്നായിട്ടാ പാടിയേ. ഓ അങ്ങനെയത് യെസ്, അതൊക്കെ എന്ത് നന്നായിട്ടാ പാടിയേ. അല്ലെ ഗ്രിപ്പ് ഉണ്ടല്ലോ പാടുമ്പോ സംഗതിയിലൊക്കെ. ആ ഇതൊക്കെ എങ്ങനെ സാധിക്കണു? പപ്പയമ്മയും പഠിപ്പിച്ചെന്ന്. പപ്പയും അമ്മ പഠിപ്പിച്ചെന്നാണാ? ആ പപ്പയും അമ്മ എവിടെ നോക്കട്ടെ. അവിടെ ഉണ്ട്. രണ്ടുപേരും പാട്ട് പാടും അല്ലേ? അല്ല, പുള്ളി ഡാൻസറും ഏ? ഞാൻ പാട്ട്. ഡാൻസറാ? കണ്ട വെറൈറ്റി കഴിവുകളാണ്. അതെ. അപ്പൊ ചേട്ടൻ ഡാൻസറും ചേച്ചി സിംഗറും അപ്പൊ ആണോ? ഈ വേദിയിൽ ഇനി പലതും പ്രതീക്ഷിക്കാം. അതെ. എസ്തറിന്റെ പെർഫോമൻസ് റൗണ്ടിന് ഞാൻ വെയിറ്റ് ചെയ്യാണ്. ഞങ്ങളിപ്പോ പ്രോഗ്രാം ചെയ്യണത് 3 പേരും കൂടി ഡാൻസ് ആണ്. എസ്തറും- അത് കൊള്ളാട്ടോ. ഹസ്ബൻഡും കൂടി. അപ്പൊ ഫാമിലി റൗണ്ടിൽ നമുക്ക് തകർക്കാം. അതെ. അല്ല, അതിന് മുമ്പ് നിങ്ങളുടെ ഒരു പെർഫോമൻസ് കാണാൻ എസ്തർ നല്ലതായിരിക്കും. നന്നായിട്ട് കളിക്കും. എസ്തറിന് നന്നായിട്ട് കഴിവ് കിട്ടിയിട്ടുണ്ട് സജിയുടെ. സജി ആണല്ലേ? സെമി ക്ലാസിക്കല് വെസ്റ്റേൺ ഒക്കെ നന്നായിട്ട് ഓ കളിക്കും. അത് ശരി. ആഹാ, അപ്പൊ നീ നിക്കുന്ന എസ്തർ നിസ്സാരക്കാരി അല്ല എസ്തർ. അത് പാട്ട് സെലക്ഷൻ ആ, അതെ അതെ കണ്ടായിരുന്നു ചേട്ടാ. അതെ അതെ. അപ്പൊ എന്തായാലും കൊള്ളാം എസ്തർ കുട്ടി, നന്നായിട്ടുണ്ട്. മധുവെങ്കിലും ഇഷ്ടപ്പെട്ടു. താങ്ക് യു. ഓക്കെ. മധുവിന് 7ാമത്തെ വയസ്സ് ഓർമ്മയുണ്ട്. 7ാമത്തെ വയസ്സ് ഓർമ്മയുണ്ട്. അപ്പൊ എന്താണ് ചെയ്തോണ്ടിരുന്നത്? 7ാമത്തെ വയസ്സെന്ന് പറയുമ്പോ ഞാൻ എത്രാം ക്ലാസ്സിലായിരിക്കും? Second standard. 1, 2 ക്ലാസ്. 1, 2 ക്ലാസ്. ഞാൻ അപ്പൊ പാടുമായിരുന്നോ? ആദ്യമായിട്ട് സ്റ്റേജിൽ കയറിയത് 2ാം ക്ലാസ്സിലാ. ഓ, ആ, ഓ, ഓ. ആദ്യം പാടിയത് ശരദിന്ദു മലർദീപനാളം നീട്ടി, കുട്ടൻചേട്ടന്റെ ഗുരുനാഥന്റെ അതെ, അതെ. പാട്ട്. അതാണ് ആദ്യമായിട്ട് പാടിയത്. ആദ്യമായിട്ട് സ്റ്റേജിൽ കയറി പാടുന്ന പാട്ട്. അത് എന്റെ ഓർമ്മയിൽ ഞാൻ ആദ്യമായിട്ട് പഠിക്കുന്ന പാട്ട്. അപ്പോ മധു പ്രോഡിജി ആയിരുന്നു. തീർച്ചയായിട്ടും. പിന്നെ ഒരു വളരെ ജീനിയൽ ഒരു പാട്ടുകാരനായിട്ട് മാറി. അപ്പോ എനിക്ക് പറയാനുള്ളത് ഷീസ് എ പ്രോഡിജി എന്ന്. യെസ്, ഷീസ് എ പ്രോഡിജി. താങ്ക് യു. ദർ ഇസ് നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. അത് 7 വയസ്സ് എനിക്ക് ഓർമ്മയില്ല. എനിക്ക് തോന്നുന്ന 7ഓ 8ഓ വയസ്സിൽ ഞാൻ കച്ചേരി പാടി എന്ന് ഇപ്പൊ പറയുന്നത് പറഞ്ഞു കേട്ടോ. കേൾക്കുന്നുണ്ട്. പക്ഷേ ഓർമ്മയില്ല, എനിക്ക് അതല്ലേ? യഥാർത്ഥത്തിൽ എനിക്ക് അറിഞ്ഞൂടാ ഞാൻ എങ്ങനെ പാടി, എന്ത് പാടി എന്നുള്ളതൊന്നും ഓർമ്മയില്ല. പക്ഷെ ഈ കുഞ്ഞ് പാടുമ്പോൾ ആ ഡീറ്റെയിലോട്ടുള്ള ഒരു ഒബ്സർവേഷൻ ഉണ്ടല്ലോ, അത് യെസ് യെസ് യെസ്. ഗംഭീരമാണ്. അതാണ് ടാലന്റ് എന്ന് പറയുന്നത്. അത് Correct. എസ്തറിന് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, ഇഷ്ടം Yes. പോലെ, Very nice. യഥേഷ്ടമുണ്ടേ. എത്ര വയസ്സോട്ട് പാടി തുടങ്ങി എസ്തർ? മോള് 2.5 വയസ്സ് തുടങ്ങി പാടും. ആഹാ. പിന്നെ ഞാൻ ഗാനമേളക്ക് പോകുമ്പോ ഞാൻ പഠിക്കുന്ന പാട്ട് അവള് തനിയെ കേട്ട് പഠിക്കും. ഓ അത് ശരി. ഞാൻ നന്നായിട്ട് പാടുകയും ചെയ്യും. ആണല്ലേ? അപ്പൊ എസ്തർ ബേബിയുടെ പാട്ടിനെ പറ്റി അങ്കിളിന് 3 അഭിപ്രായമുണ്ട്. ആ. വളരെ നല്ലത്, ഉം. വളരെ 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 നല്ലത്. 3ാമത്തെ അഭിപ്രായം വളരെ 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 നല്ലത്. സൂപ്പർ സൂപ്പർ സൂപ്പർ. മാർക്ക് വേണ്ടയോ? ആ ഞങ്ങൾക്ക് ഇന്നിപ്പോ എസ്തർ കുട്ടി പാടിയ പാട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ 7 വയസ്സല്ലേ ആയിട്ടുള്ളൂ, ആ എന്നിട്ട് ഈ പാട്ട് ഇത്ര മനോഹരമായിട്ട് പാടിയില്ലേ? അതെ. ആ അപ്പൊ ഞങ്ങൾക്ക് ആ സന്തോഷത്തിന്റെ പേരില് ഞങ്ങൾ തരുന്ന മാർക്ക് 98 ഔട്ട് ഓഫ് 100. താങ്ക് യു. അയ്യോ എന്നെ പറ്റി. എന്തിനാ കളിയുന്നത്? അയ്യോ എന്നെ പറ്റി. എന്ത് പറ്റി എസ്തർ കുട്ടി? എന്തിനാ കാര്യം പറയാവോ? എന്ത് പറ്റി എസ്തർ കുട്ടി? എനിക്ക് വേണോ? എസ്തർ ബേബി, എന്ത് എന്നെ പറ്റി? പറ്റിയേ? അത് അത്രയും മാർക്ക് കിട്ടിയത് പ്രതീക്ഷിച്ചിട്ടുണ്ടാവൂല.
സിസ്റ്റർ കുട്ടി ഒന്ന് കണ്ണടച്ചേ. One, 1 2 3 4. എന്താ ഹരി ചേച്ചി മാർക്ക് കൂടുതലായതുകൊണ്ടാണ്. അയ്യോടാ. കൂടിപ്പോയിട്ട് കരഞ്ഞതാ രാകേഷെ, പേടിക്കണ്ട. നമ്മുടെ ടോപ്പ് സിംഗർ സീസൺ 6ന്റെ ഇന്നത്തെ ഒരു സ്പെഷ്യൽ എപ്പിസോഡ് ഒന്നുകൂടി കളറാക്കാനായിട്ട് ഇവിടെ ഒരാൾ വരാൻ പോവാണ്. നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള, ഞാൻ വേണ്ട ഒരു ക്ലൂ തരാം. ആ, ഇവിടെ മുന്നേ വന്നിട്ടുള്ള നമുക്ക് എല്ലാവർക്കും ഒരുപാട് പ്രിയപ്പെട്ട ബെസ്റ്റ് ആക്ട്രസിനുള്ള നാഷണൽ അവാർഡ് yes, പിടികിട്ടി. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ആരാണ്? ആപ്പ എന്ന വീട്ടിൽ വിളിക്കുന്ന, അതെ, അല്ലേ? നമ്മുടെ അപർണ ബാലമുരളി. അപർണ ചേച്ചി എത്തുന്നു. ലെറ്റ്സ് വെൽക്കം അപർണ ചേച്ചി ഓൺ സ്റ്റേജ്. ഹലോ അപർണ ചേച്ചി, എന്താണ് വിശേഷം? നമസ്കാരം. അങ്ങനെ നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും ടോപ്പ് സിംഗർ സീസൺ 6ൽ വന്നു. അതെ, വെക്കേഷന് തറവാട്ടിലേക്കൊക്കെ വരുന്ന ഒരു അതെ feel. അതെ, ഇടയ്ക്കിടയ്ക്ക് വരുന്ന ആളാണ്. ഇന്ന് പുതിയ പുതിയ ഒരുപാട് വിശേഷങ്ങൾ ഉണ്ട്, അതെ, അല്ലേ? കൊറേ വിശേഷമുണ്ട്. ഭയങ്കര സന്തോഷമുള്ള ഒരു സമയമാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും അതെ. കാരണം മിറാഷ് മൂവി ഇറങ്ങി വളരെ സക്സസ്ഫുള്ളി ഓടിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? അതിന്റെ ഒരു സ്പെഷ്യൽ സന്തോഷം. അതെ, പിന്നെ ഞങ്ങൾക്ക് നമ്മുടെ എപ്പിസോഡ്, ഇന്നത്തെ ആദ്യത്തെ എപ്പിസോഡ് തുടങ്ങിയതിന്റെ സന്തോഷം. അതെ, അതെ, എല്ലാം കൊണ്ടും സന്തോഷമുള്ള ദിവസമാണ്. വെൽക്കം ടു തറവാട്. താങ്ക് യു, താങ്ക് യു. അപർണാസ് ഒരു പക്ഷേ എനിക്കും മകളെ പോലെ തന്നെയാണ്. അപർണയുടെ അമ്മ ശോഭ ചേച്ചി എൻ്റെ ഒരു ഡിസ്റ്റന്റ് കസിനാണ്. എനിക്ക് എൻ്റെ അമ്മയെ പോലെ ഇഷ്ടമുള്ള, എന്നെ അമ്മയെ പോലെ എന്നെ കാത്തുരക്ഷിച്ച ഒരാളുണ്ട്, ലീലമ്മ എന്ന് പറയും. ലീലമ്മ ഇപ്പോഴില്ല, ലീലമ്മയുടെ നീസാണ് ശോഭ ചേച്ചി ഒരു സൂപ്പർ സിംഗറാണ്. പിന്നെ അപർണയുടെ അച്ഛൻ ഒരു അക്കംപ്ലിഷ്ഡ് മ്യൂസീഷ്യനാണ്, ബാലുചേട്ടൻ. അപ്പൊ അങ്ങനെ ഒരു മ്യൂസിക്കൽ ഫാമിലിയിൽ ഉള്ള ആളാണ്. ഈ ആക്ടിങ്ങിലും ഒരു മ്യൂസിക് കണ്ടെത്തുന്ന ആളാണ് അതെ. അപർണ എന്ന് പറയുന്നത്. പാട്ട് എങ്ങനെ പോകണം, അതാണ് എനിക്ക് ചോദിക്കേണ്ടത്. പാട്ട് നന്നായി പോകുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഒരു സീസണിൽ എല്ലാവർക്കും ഈ കോൾഡും പനിയും വരുന്നത് ഇത് വിട്ടു മാറുന്നില്ല. ഒരിക്കലും അതിന്റെ ഒരു വിഷമം എപ്പോഴും ഉണ്ട്. പക്ഷെ ദൈവം സഹായിച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാട്ടിൽ ഇപ്പൊ കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കുറെ ഷോസ് ചെയ്യുന്നുണ്ട്. അതെനിക്ക് എനിക്കും എന്റെ വീട്ടിലുള്ളവർക്കും ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. വീട്ടിലുള്ളവർക്ക് കുറെ കൂടി സന്തോഷമുള്ള സന്തോഷമുള്ള കാര്യം. ഞാൻ ബാലുചേട്ടനും ഒരു മാസം എന്താ പറയാ, ഫുൾ ഒരു സ്റ്റേജ് ഷോയില് പാട്ട് മാത്രമായിരുന്നു. അങ്ങനെ ഞാനും ഇതുവരെ പോയിട്ടില്ല. പാട്ട് പാടി ഏറ്റവും സന്തോഷമുള്ള കാര്യം, ഞാൻ 7 പാട്ട് ബൈഹാർട്ട് പഠിച്ച് പാടും. അതൊക്കെ ഓരോരോ അച്ചീവ്മെന്റ്സ് ആയിട്ട് ഇപ്പം മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ പാട്ടിലും നന്നായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സമയമാണ് ഇപ്പൊ. പഠിത്തം കഴിഞ്ഞോ? പഠിത്തം ഒരുവിധം ഞാൻ തീർത്ത് അവിടെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇനി ഒരു തിരിഞ്ഞതോടെ എനിക്ക് തോന്നുന്നില്ല. ഈ മിറാഷ് എന്ന് പറയുമ്പോൾ അതൊരു ഇല്യൂഷൻ ആണല്ലോ, കാണുന്നത് അത് മേക്ക് ബിലീഫ് ആണ്. അതെ, അതെ. അപ്പൊ എങ്ങനെയാണ് ഈ സിനിമയിൽ അത് കൊണ്ടുവരുന്നത്? എന്താ പറയാ, ജിത്തു ജോസഫ് സാറിന്റെ സിനിമ എന്ന് പറയുമ്പോ തന്നെ നമ്മൾ കാണുന്നതൊന്നും ആയിരിക്കില്ല സത്യം. അവസാനം മാത്രമേ അറിയുള്ളൂ എന്താണ് സത്യം എന്നുള്ളത്. അതുപോലെ മൂവിയാണ്. അതെ, ത്രില്ലറാണ്. ഓരോരോ എന്താ പറയാ ഘട്ടത്തിലും ഇതിൽ ഓരോരോ സത്യങ്ങൾ പുറത്തു വരുന്ന ഒരു സിനിമയാണ്. എനിക്ക് തോന്നുന്നു പേരുകൊണ്ട് വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയാ കഥയാണ് മിറാഷിന്റേത്. അപ്പൊ എന്തു പറഞ്ഞാലും സ്പോയിലർ ആയി പോകും. അതുകൊണ്ട് അതാണ് അത്. നമുക്ക് സ്പോയിലർ ഒന്നും വേണ്ട മീനൂട്ടി. അതെ, ആരാണ് അഭിരാമി? അഭിരാമി ഒരു സാധാരണ ഫിനാൻസ് കമ്പനിയില് ഒരു ഫിനാൻസ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയാണ്. നമ്മൾ പറയില്ലേ, പോകുന്ന വഴിക്കൊക്കെ ഓരോ വള്ളി പിടിച്ചോണ്ട് പോകുന്ന ഒരു ടൈപ്പ്. എങ്ങനെ എവിടുന്നെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ പണി വാങ്ങി പിന്നെ അതിന്റെ പിറകെ പോകലാണ് അഭിരാമിയുടെ ഒരു പണി. ഡയറക്ടർ ജിത്തു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു മജീഷ്യൻ ആണ്. അദ്ദേഹം ചെയ്യുന്ന എല്ലാ സിനിമകളും നമുക്ക് നമ്മുടെ ഹൃദയങ്ങളിലുള്ളതാണ്. അപ്പൊ ഇത് തീർച്ചയായിട്ടും അത്തരത്തില്
ഒരു വലിയൊരു വിജയം ആയി തീരും. ഇപ്പൊ തന്നെ നന്നായിട്ട് പോകുന്നുണ്ട്. ഇത് വലിയ വിജയമാവും എന്ന് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും അപർണ, എല്ലാവിധമായ ആശംസകളും താങ്ക് യു. എല്ലാ വിജയാശംസകളും. ഇനി കാണാത്തവര് സിനിമ കാണണം. മധു ബാലകൃഷ്ണൻ സിനിമ കാണണം. എന്നാ പിന്നെ നമുക്ക് ഒരുമിച്ച് കാണാം. അത് നമുക്ക് ഒന്നിച്ച് എല്ലാരും കൂടെ നമ്മളെല്ലാരും കൂടെ ഫ്ലവേഴ്സ് ടീം, സ്പെഷ്യൽ ഷോ. അതെ, ടോപ്പ് സിംഗർ ടീം മൊത്തം അങ്ങ് പോയേക്കാം. ടിക്കറ്റ് പോവാവേ. യെസ്. അവരുടെ ചേച്ചി തിയേറ്റർ റെസ്പോൺസ് എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ആൾക്കാര് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത കുറെ ട്വിസ്റ്റുകൾ ഈ സിനിമയിലുണ്ട്. അപ്പൊ അതൊക്കെ ആൾക്കാർ നന്നായിട്ട് ഏറ്റെടുക്കുന്നുണ്ട്. അതെ, ഭയങ്കര ക്യൂരിയോസിറ്റി ഉള്ള ഒരു സിനിമ. ക്യൂരിയോസിറ്റി ഉള്ളൊരു ട്വിസ്റ്റ് ആണ് ഇതിലുള്ളത്. ആരും അങ്ങനെ എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമാണ് ഉള്ളത്. അപ്പൊ അപർണ ചേച്ചി, ആസിഫിക്കയുടെ ക്യാരക്ടറും ഒരുപാട് റിവ്യൂസ് കിട്ടുന്നതാണ്. അശ്വിൻ അല്ലേ ക്യാരക്ടറുടെ പേര്? ഇന്നത്തെ കാലത്ത് കാണുന്ന ഒരു സംഭവമാണ് ഓൺലൈൻ മീഡിയ, ആ, അതെ. ജേർണലിസ്റ്റുകളൊക്കെ. അതാണ് ആസിഫ് ഖയുടെ ക്യാരക്ടർ ഈ സിനിമയിലുള്ളത്. അപ്പം ആസിഫ് ഖ അത് ഇപ്പൊ നമ്മള് ഓൾമോസ്റ്റ് ഡെയിലി ലൈഫിൽ കാണുന്നതുകൊണ്ട് നമുക്കത് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ. അപ്പം ഇന്ന് വന്നപ്പോ കുറച്ച് സമ്മാനങ്ങളൊക്കെ ആയിട്ടാണ് വന്നതെന്ന് അറിഞ്ഞല്ലോ. യെസ്, ഫസ്റ്റ് എപ്പിസോഡ് ആയതുകൊണ്ട് ഫസ്റ്റ് എപ്പിസോഡിൽ എനിക്ക് എത്താൻ പറ്റിയോണ്ടും അതുകൊണ്ട് ഞാനിവിടെ പാടാൻ പോകുന്ന എല്ലാവർക്കും ഒരു കുഞ്ഞു സമ്മാനങ്ങളൊക്കെ ആയിട്ട് വന്നിരിക്കണം. അപ്പൊ ചേച്ചി, ഇനി നമുക്ക് അവിടെ ഇരുന്ന് പാട്ടുകളും ബാക്കി വിശേഷങ്ങളൊക്കെ പറയുകയും കേൾക്കുകയും ഒക്കെ ചെയ്യണം. ഓക്കെ, വെൽക്കം ടു ടോപ്പ് സിംഗർ സീസൺ 6. താങ്ക് യു. ആര്യ ചേച്ചി, ഇനി നമ്മുടെ ടോപ്പ് സിംഗറിൽ പാടാനെത്തുന്നത് ശ്രീയ കുട്ടിയാണ്. ലെറ്റ്സ് വെൽക്കം ശ്രീയ ഓൺ സ്റ്റേജ്. ഹലോ ശ്രീയ കുട്ടി. ഹലോ. ഹായ് ശ്രിയ. ഹായ് ഹായ്. സുഖായിരിക്കുന്നോ? സുഖായിരിക്കുന്നു. പാട്ടൊക്കെ പഠിച്ചോ? ആ, നിങ്ങൾ എങ്ങനെയുണ്ട്? ഞങ്ങൾ ഞങ്ങൾ നല്ല സുഖമായിട്ടിരിക്കുന്നു. പാട്ടൊക്കെ കേൾക്കാൻ കാത്തിരിക്കുന്നു. നല്ല ചുന്ദരിമണിയായിട്ടാണല്ലോ വന്നിരിക്കുന്നത്. നമുക്ക് അങ്ങനെ പേരിട്ടാലോ? സുന്ദരിമണി. ചുന്ദരിമണി. ആ, ചുന്തിരിമണി. ഓക്കെ. ചുന്ദരിമണി. അങ്ങനെ ശ്രീയ ഇനി മുതല് നമ്മുടെ ടോപ്പ് സിംഗർ സീസൺ 6 ആരാണ്? ചുന്തിരിമണിയാണ്. ആരാണ്? ചുന്ദരിമണി. ചുന്ദരിമണി. ആ, ശ്രീയ ചേച്ചിയുടെ ടാലന്റ് കൊണ്ടല്ല, അനിയത്തിയുടെ പ്രാർത്ഥന കൊണ്ടാണ് ഈ ഒരു വേദി കിട്ടിയതെന്ന് പറഞ്ഞു കേട്ടല്ലോ. ഞാൻ സെലക്ട് ആയിട്ട് വീട്ടിൽ പോയപ്പം എൻ്റെ അനിയത്തി പറഞ്ഞു, പാടിയോണ്ടൊന്നുമല്ല, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് സെലക്ട് ആയത്. എൻ്റെ പാട്ടിന് വിലയൊന്നുമില്ല. പ്രാർത്ഥനയ്ക്കാണ് വില. രണ്ടും ചേർന്നിട്ടായിരിക്കും. ആ, അതെ. അപ്പൊ പ്രാർത്ഥിച്ച് കിട്ടിയ പാട്ടേതാ? 10 വെളുപ്പിന് ആ, മുറ്റത്ത് നിക്കണ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്. ചെക്കന്റെ മോറെന്തായി? ചെന്താമര. ചെന്താമര. ആൻസർ ചെയ്തില്ലേ? ആദ്യമായിട്ട് ആ, പാവത്തിൽ ആദ്യമായിട്ട് ഈ പാവക്കൂത്ത മീനാക്ഷിയുടെ എക്സ്പീരിയൻസ് ഒക്കെ പുറത്തേക്ക് വന്നു തുടങ്ങി. ഒരു ചോദ്യം കൂടി. ഈ പാവക്കൂത്ത് എവിടെ നടന്നത്? പാടിയ മായന്നൂർ അത് മീനുട്ടിയാണല്ലോ ഉത്തരം പറഞ്ഞത്. അല്ലേ? ആ, അതെ. ആ, കൊള്ളാം. ശ്രീയുടെ വീട് എവിടെയാ? എൻ്റെ വീട് ബാംഗ്ലൂരാണ്. നാട്ടിൽ ഞാൻ കോഴിക്കോടാണ്. കോഴിക്കോട്. അടിപൊളി. അപ്പൊ 10 വെളുപ്പിന് കേൾക്കാം. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ഇപ്പൊ പാട്ടിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു. ഈ പാട്ട് പാടിയത് KS ചിത്ര മാമാണ്. ആ, ലിറിക്സ് ചെയ്തത് ഭാസ്കരൻ മാസ്റ്റർ ആണ്. ഇത് പ്രസാർ അല്ലേ? അല്ല, തീർച്ചയാണ്. ആ. എന്നാ അങ്ങനെ ആയിക്കോട്ടെ. പാട്ട് സംശയമൊന്നുമില്ല. മ്യൂസിക് ചെയ്തത് രവീന്ദ്രൻ മാസ്റ്റർ ആണ്. ഓക്കെ. ആ, പിന്നെ KS ചിത്ര മാമാണ് പാടിയത്. ഓക്കെ. പിന്നെ ഞാൻ പാടും. അപ്പൊ നമുക്ക് ഐശ്വര്യമായിട്ട് തുടങ്ങിക്കോ. തുടങ്ങാം. അതെ. ആദ്യത്തെ പാട്ട്, ആദ്യത്തെ എപ്പിസോഡ്. കാലക്കിക്കോ. ഓൾ ദി ബെസ്റ്റ്. Thank All the you, best, thank you, കുട്ടി. thank you. വെരി നൈസ്. ഗുഡ് ഗുഡ് ഗുഡ്. മകളെ ശ്രീയ, Yes, sir. Yes, ഇതൊരു ഡ്രീം ഡെസ്റ്റിനേഷൻ ആയിട്ട് തോന്നുന്നുണ്ടോ? sir. Yes, അല്ലെ? yes. എത്ര ആഗ്രഹിച്ചിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അല്ലേ? അങ്ങനെയാണ് ചില ആഗ്രഹങ്ങൾ നമ്മൾ അത്ര ഇന്റൻസിറ്റിയിൽ നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് അവിടെ എത്തും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ശ്രീയ ഇവിടെ നിൽക്കുന്നത്. Thank you, അത് sir. നമുക്കും അഭിമാനമാണ്. കാരണം ടാലന്റിനെയാണ് അംഗീകരിക്കുന്നത്. ദിസ് എ വെരി ബ്യൂട്ടിഫുൾ സോങ്. നമുക്ക് ചെക്കന്റെ മോറ് ചെന്താമര എന്ന് പറയാനായിട്ട് ഒരു ഭാസ്കരൻ മാസ്റ്റർ ഉണ്ടായിരുന്നു. അതെ അതെ. ആഭ്യരിയുടെ സത്ത് മൊത്തം പിഴിഞ്ഞുകൊണ്ട് ഒരു ഈണമുണ്ടാക്കാൻ ഒരു രവീന്ദ്രൻ മാസ്റ്റർ ഉണ്ടായിരുന്നു. ഇതെല്ലാം ചായക്കൂട്ടുകളിൽ ചാലിച്ച് നമ്മുടെ മുമ്പിൽ വിഷ്വൽസ് തരാനായിട്ട് ഭരതൻ സാർ ഉണ്ടായിരുന്നു. ചിത്ര ചേച്ചി ഇപ്പോഴും നമുക്ക് ഇങ്ങനെ സപ്തസ്വരങ്ങളുടെ നിറവുകൾ തന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോമ്പസിഷനാണ്. അത് അറ്റംപ്റ്റ് ചെയ്യുന്നത് തന്നെ ഒരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് കേട്ടോ. സോ ദി അറ്റംപ്റ്റ് ഈസ് ഗുഡ്. അതിനൊരു അപ്ലോസ് കൊടുക്കാം നമുക്ക്. ഇതിൽ പാടിയിരുന്ന സംഗതികൾ ചിലത് സ്ലിപ്പായിട്ടുണ്ട്. അത് ഓരോന്നായിട്ട് എടുത്ത് പാടാൻ പറയുന്നില്ല. കാരണം ദിസ് ഇസ് ജസ്റ്റ് എ ബിഗിനിങ്. ദ വെരി ഫസ്റ്റ് പെർഫോമൻസ് ഫ്രം യുവർ സൈഡ് ആണ്. ഇനി എത്രയോ പെർഫോമൻസസ് ഇവിടെ വരാനിരിക്കുന്നു. ഈ തുടക്കം എന്നുള്ള രീതിയിൽ യു നെയിൽഡ് ഇറ്റ്. അതാണ് എനിക്ക് പറയാനുള്ളത്.
ശ്രീകുട്ടി യെസ് നെർവസ് ആയിരുന്നു അല്ലേ? ലിറിക്സിന് കുറച്ചൊരു പേടി ഉണ്ടായിരുന്നു. ലിറിക്സ് പേടിയുണ്ടായിരുന്നു. ആ അതുകൊണ്ട് അത് ലാസ്റ്റ് കുറച്ചൊരു സ്ലിപ്പായി പോയത്. സ്ലിപ്പായി. ആ ഓക്കെ, പേടിക്കണ്ട കേട്ടാ. ആ പേടിയുടെ ഒരാവശ്യമില്ല. നമ്മളെല്ലാം ഒരുമിച്ചിട്ട് ഇങ്ങനെ പാടാൻ വേണ്ടി ഇരിക്കുക. ഓക്കെ 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 ശരി ശ്രീകുട്ടി. അപ്പൊ ശ്രീകുട്ടി, യെസ് സർ. ആദ്യത്തെ പാട്ടിന് ഇത്രയും മനോഹരമായിട്ട് പാടിയതിൽ ഞാൻ കൈയടിക്കുകയാണ്. ഒരു ടെൻഷൻ മുഖത്തുണ്ടായിരുന്നു. Yes, sir. പാടുമ്പോൾ മുഴുവനും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പറഞ്ഞു ലിറിക്സ് തെറ്റിപ്പോവോ എന്നുള്ളൊരു പേടിയാണെന്ന്, അല്ലേ? യെസ് സർ. എം ജെ അങ്കിൾ പറഞ്ഞു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. പല സംഗതികളിലും സംഗതികളെല്ലാം കുറച്ചും കൂടി പെർഫെക്റ്റ് ആക്കണം എന്ന് Okay. തോന്നി. ചില സ്ഥലങ്ങളൊക്കെ സ്ലിപ്പായി, പൂത്തിരുവാതിര ലിറിക്സ് വിഴുങ്ങി, ആ അല്ലേ? അപ്പം അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ മൊത്തത്തിൽ കേൾക്കാൻ നല്ല സുഖമുണ്ടായിരുന്നു. ഇത് Okay. ചിത്ര ചേച്ചിയെ കൂടാതെ എൻ്റെ വളരെ അടുത്ത സുഹൃത്തും പ്രശസ്ത ഗായകനും ഒക്കെ ആയ നമ്മുടെ ബിജു നാരായണനും ഈ പാട്ട് പാടിയിട്ടുണ്ട്. ബിജു Okay, കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഹിറ്റായ പാട്ടാണിത്. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ആദ്യം തന്നെ ഇത്രയും നന്നായിട്ട് പാടിയതിൽ ഞാൻ പ്രത്യേകം വീണ്ടും അഭിനന്ദിക്കുകയാണ്. താങ്ക് യു സർ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. അപർണ ചേച്ചി പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി, ഭയങ്കര സ്വീറ്റ് വോയിസ് ആണ് ശ്രേയയുടെ. Thank you. ഭയങ്കര ഭയങ്കര സുഖമുണ്ടായിരുന്നു കേൾക്കാനായിട്ട്. താങ്ക് യു. ആൻഡ് ഈ പറഞ്ഞ മാതിരി ഇപ്പം എത്ര പല്ലവി അനുപല്ലവി, ഫസ്റ്റ് ചരണം സെക്കൻഡ് ചരണം, ഇതെല്ലാം ഒരു ഫസ്റ്റ് പെർഫോമൻസ് എന്നുള്ള രീതിയിൽ ആ പാടാനുള്ള ധൈര്യം കാണിച്ചത് തന്നെ വലിയൊരു കാര്യമാണ്. അത് ഇപ്പൊ ഇങ്ങനെ തെറ്റിപ്പോയാലും എന്താ, ഇത്രയും ചരണങ്ങളുള്ള ഒരു പാട്ടാണ് അത്. ഇപ്പോഴത്തെ പാട്ടുകൾ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ആകെ ഷോർട്ട് പല്ലവി, അനുപല്ലവി. ഷോർട്ട്. അതെ അതെ, ഷോർട്ടാണ്. അപ്പോ ഇത് ബൈ ഹാർട്ട് ചെയ്ത് ഈ പറഞ്ഞ മാതിരി ഫസ്റ്റ് പാട്ടായിട്ട് പാടുക എന്ന് പറയുന്നതിന് ഒരു വലിയ ഹാറ്റ്സ് ഓഫ്. താങ്ക് യു. ഇതേ ധൈര്യത്തില് മുന്നോട്ട് പോവുക. ഇനിയും ഇംപ്രൂവ് ചെയ്യാൻ പറ്റട്ടെ. യു ഹാവ് എ ഗ്രേറ്റ് പാനൽ ഓഫ് ജഡ്ജസ് ഹിയർ. അപ്പോൾ ദിസ് ഇസ് ജസ്റ്റ് ദ ബിഗിനിങ്. സർ പറഞ്ഞ പോലെ ഓൾ ദ വെരി ബെസ്റ്റ്. യു ഹാവ് എ വെരി Thank you. വെരി ബ്യൂട്ടിഫുൾ വോയിസ്. താങ്ക് യു. അപ്പൊ നമുക്ക് മാർക്ക് അറിയണ്ടേ? ആ. മാർക്ക് പറയാം, പക്ഷെ ആരാണ് കൂടെ വന്നിരിക്കുന്നത്? അച്ഛൻ. അച്ഛൻ. ഹായ്, ഉം. അച്ഛൻ എന്ത് പറയുന്നു ഈ പെർഫോമൻസിനെ പറ്റി? വലിയ സന്തോഷം. ലാസ്റ്റ് ടൈം പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വേദിയിൽ ഇരിക്കാൻ പറ്റിയതിൽ. ഞാനീ പറഞ്ഞതുപോലെ നിങ്ങൾ ഓരോരുത്തരുടെയും വലിയ വലിയ ഫാനാണ്. വലിയ സന്തോഷം സർ, വലിയ സന്തോഷം. ഇനി മുന്നോട്ട് പോകാൻ എല്ലാ ഐശ്വര്യങ്ങളും നേരുന്നു എൻ്റെ മോക്ക്. താങ്ക് യു. അമ്മയുടെ അമ്മയും അച്ഛനും IT വർക്കിംഗ് ആണ്. എനിക്ക് വർക്ക് ഫ്രം ഹോം എന്നുള്ള ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് ഇവിടെ വന്ന് വർക്ക് ചെയ്യുന്നു. IT ഫീൽഡ്. അപ്പൊ അമ്മയ്ക്കും ഒരു ഹായ് ഉണ്ട്. അതെ, സ്പെഷ്യൽ ഹായ്. അമ്മയുടെ പേര് ശ്രുതി. ശ്രീകുട്ടി ഹാവ് ഗോട്ട് എ വെരി പേഷ്യന്റ് ഫാദർ. നല്ല എല്ലാ രസമല്ലേ? ഡീറ്റെയിൽസും നോക്കി അച്ഛൻ ഇങ്ങനെ ചോമനിച്ച് ശ്രീകുട്ടി പറഞ്ഞിട്ട്. അപ്പൊ നമ്മുടെ ശ്രീകുട്ടിക്ക് നമുക്ക് മാർക്കിലേക്ക് കിടക്കാം, അല്ലേ? ഓക്കെ ഓക്കെ. There is no tension, no space for tension, no space for dramatics, nothing. ഓക്കെ. മാർക്ക് എത്രയായിരിക്കും ഔട്ട് ഓഫ് 100? 90. കുറച്ചും കൂടെ കൂട്ടിക്കോ. 92. കുറച്ചും കൂടെ കൂട്ടിക്കോ. 3. കുറച്ചും കൂടെ കൂട്ടിക്കോ. 4. ഇനി കിട്ടുന്ന പോട്ടെ, വണ്ടി പോട്ടെ. 5. പോട്ടെ. പ്ലസ് യെസ് 96 on 100. താങ്ക് യു. ഇതുകൊണ്ട് മാജിക് മുട്ടായികൾ. നമ്മുടെ മൂന്നുപേരുടെ വക. This 1, this 2 Two. and this 3. ഹായ്, നിറച്ച് ലഡു മുട്ടായോ. കണ്ടോ, പേടയുണ്ട്, ലഡു ഉണ്ട്, എല്ലാ മധുരവും വെച്ചിട്ടുണ്ട്. അപ്പൊ ചക്കര ഓൾ ദ വെരി ബെസ്റ്റ് കേട്ടോ. ബൈ, പോയി ലഡു കഴിച്ചോടാ. ബൈ. അപർണ ചേച്ചി, Yes. നമുക്ക് അപർണ ചേച്ചി മാസവൊക്കെയുള്ള കോംബോ ഭയങ്കര ഫേവറേറ്റാ. എപ്പോഴും ഇപ്പോഴത്തെ റീലിലാണെങ്കിലും ഒക്കെ നമ്മൾ ഇഷ്ടം പോലെ കാണുന്നതാണ്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കോംബോ ആണ് രണ്ടാൾക്കാര്. എത്ര സിനിമ ഇപ്പൊ മൊത്തം ചെയ്തു ആസഫക്കയും ചേച്ചിയും തമ്മിലുള്ള ഒരു കോംബോ? കുറെ സിനിമ ചെയ്തിട്ടുണ്ട് ആക്ച്വലി. പക്ഷെ നമ്മളൊരു ഒരു മെയിൻ പെയറായിട്ട് വരുന്ന സിനിമ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു സത്യം പറഞ്ഞാൽ 4 പാട്. പക്ഷെ നമ്മൾ ചെയ്ത സിനിമകളൊക്കെ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമകളാണ്. അങ്ങനെ പുതിയൊരു മൂവിയാണ് നമ്മുടെ മിറാഷ്. പിന്നെയും ആസിഫക്കയും അപർണ ചേച്ചിയും കോംബോ. ത്രില്ലർ ആണെങ്കിലും കിഷ്കിന്താകാന്ഡം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പോലും നല്ലൊരു ഡിഫറൻസ് ഉള്ള ഒരു സിനിമയാണ് മിറാഷ് എന്ന് പറഞ്ഞാൽ. അതിന്റെ സെറ്റിംഗ് ആണെങ്കിലും മൊത്തത്തിലുള്ള അതിന്റെ ആംബിയൻസ് ആണെങ്കിലും ഇതൊക്കെ ഭയങ്കര ഡിഫറെന്റ് ആണ്. പിന്നെ ഇതിലൊരു പ്രോപ്പർ ജിത്തു ജോസഫ് സിഗ്നേച്ചർ ഉണ്ട് ഈ സിനിമയിൽ. അത് സിനിമ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. അപ്പൊ
സർപ്രൈസിങ് ആയിട്ടുള്ള എലിമെന്റ്സ് ഉണ്ടാവുന്ന ആൾക്കാരും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവില്ല. അത് മാത്രല്ല ജിത്തു സാറിന്റെ കൂടെ വർക്ക് ചെയ്തിട്ട് എങ്ങനെയുണ്ടായിരുന്നു? സാറിന്റെ കൂടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഈസിയാണ്. നമ്മളിങ്ങനെ ഞാൻ നിങ്ങൾ ഒരുമിച്ചുള്ള ഇന്റർവ്യൂ ഒക്കെ കണ്ടു, ഭയങ്കര കൂട്ടാ. ഭയങ്കര കൂളാണ്. സാറ് ചെയ്യുന്ന സിനിമകൾ വെച്ച് നോക്കുമ്പോൾ സാറിന്റെ സെറ്റ് വളരെ ചില്ലാണ്. അപ്പൊ നമ്മളും വെയിറ്റിംഗ് ആണ് മിറാഷ് കാണാനായിട്ട്. കണ്ടിട്ട് എന്തായാലും അപർണ ചേച്ചിയോട് പറയും. യെസ്, Okay? എല്ലാരും കാണും ടോപ്പ് എല്ലാരും സിംഗർ കാണും. സീസൺ അതെ. അപ്പൊ നമുക്ക് ആ സന്തോഷത്തിൽ അടുത്ത ആളെ വിളിച്ചാലോ? ഒരു പാട്ട് കേൾക്കാം. ഓക്കെ, പാലക്കാട് എന്നുള്ള ഒരാളാണ് എത്തുന്നത്. റൈക്കയാണ്. ലെറ്റ്സ് വെൽക്കം റൈക്ക ഓൺ സ്റ്റേജ്. റൈക്ക കുട്ടി. ഹായ് റൈക്ക. അപർണ അക്ക. ആ എക്സൈറ്റ്മെന്റിന് பெரிய ஃபேன் அக்கா. அப்படியா? தேங்க் யூ so much. அப்பா அபர்ணாக்கா. പാലക്കാടാ വീട്? എവിടെ? நூர்னி கிராமம். ஓகே ஓகே. என் அப்பா வந்து கொடுவாயூர்ல இருந்ததா. ஓ, ஆமா, பாலக்காடு. என்னோட தங்க இருக்காளே, அவள் உங்களோட பெரிய ஃபேன் ஆக்கும். தேங்க்யூ. உங்களோட 2 தமிழ் சினிமா சூரை போற்று, அதுக்கப்புறம் ராயன் 2மே நான் பார்த்துருக்கேன். வாட்டர் பாக்கெட்டும் பின்ன அந்த എന്തൊരു എക്സൈറ്റ്മെന്റ്. താങ്ക് യു സോ മച്ച്. വെരി 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 സ്വീറ്റ്. താങ്ക് യു. ഇപ്പൊ തന്നെ എനിക്ക് തോന്നുന്ന ഞാന് ഈ റൈക്കയുടെ ഒരു പെരിയ ഫാനാക്കും. എതുക്കാക വന്നിരിക്കേ? பாடுறதுக்கு എന്താ പാട്ട് പാட പോറേ? மின்னல் கைவள சார்த்தி. ഈ മിന്നൽ കൈവള ചാർത്തി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കും ഈ മിന്നൽ ഭയങ്കര താലോലിക്കുന്ന ഒരു സംഭവമാണ്. അത് നമ്മുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ബ്യൂട്ടിഫുൾ ആണ്. നമ്മൾ ഓമനയായിട്ട് ഈ മിന്നൽ എപ്പടി വരും അത് தெரியுமா? லைட்னிங் தானே மின்னல். ஆமா. ஆமா, அது எப்படி? இந்திரர் சுவாமி அங்கிருந்து பவர் கொடுத்து சயின்ஸ் தான் பேசணும், சுவாமி இல்ல. சயின்ஸ் அதுல தெரியும். சயின்ஸ் என்னன்னா இந்த கிளவுட்ஸ் கிளவுட்ஸ்ல வந்து வாட்டர் டிராப் இருக்கும் கிளவுட்ல. அது மாதிரி கிளவுட்ல ஐஸ் இருக்கும். ஓகே, இந்த கிளவுட்ஸ்ல இந்த ஐஸ் கட்டாவும் இந்த வாட்டர் டிராப்ஸ் சேர்ந்து ரப் பண்ணும்போது அங்க எலக்ட்ரிசிட்டி ഉണ്ടാവും. உருவாகும் எலக்ட்ரிசிட்டி. அப்ப அதுல அந்த மேல பார்ட்டிகிள்ஸ் வந்து பாசிட்டிவ் சார்ஜா இருக்கும், கீழே பார்ட்டிகிள்ஸ் வந்து நெகட்டிவ் சார்ஜா இருக்கும். அப்ப அதுக்கப்புறம் இது சார்ஜ் கூடி 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 வரும்போது என்ன லைட்னிங் வரும். வந்து அங்க இருந்து எலக்ட்ரிசிட்டி கிரவுண்ட்ல வரும், அப்பதான் லைட்டிங் வரும். தெரிஞ்சுதா? ஓகே, பெரிய சயின்டிஸ்ட், பெரிய ஆளு, எல்லாம் தெரியும். அப்ப கான்ஃபிடன்ட் தானே? எஸ். ஆரம்பிக்கலாமா? ஆரம்பிக்கலாமா? മഴവില്ലോ ഞാലാടും മാരിക്കാർ മുകിലാളെ
നൈസ് നൈസ് വെരി ഗുഡ് മോളെ വെരി ഗുഡ്. ബ്യൂട്ടിഫുൾ. നല്ല പണിങ്ക. താങ്ക് യു. നമ്മളെ കൂടെ കൊണ്ടുപോവോ? ഓഫ് കോഴ്സ്. ചേർലാമാ? ആ ഓക്കെ then what happens? നമ്മൾ എവിടെയെങ്കിലും പോവാ. എവിടെയെങ്കിലും പോവാന്ന്. എവിടെയെങ്കിലും പോവാം. രണ്ടു കാര്യങ്ങൾ പറയാനുണ്ട് സ്പെഷ്യലായിട്ട്. ഓക്കെ. ഏറ്റവും സ്പെഷ്യൽ എന്ന് അറിയാമോ? ഈ കോസ്റ്റ്യൂമിന് അതെ, താങ്ക് യു. വെരി നൈസ് കോസ്റ്റ്യൂം. ഭയങ്കര ചുന്തിരി കുട്ടിയായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അത് പിന്നെ മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് ഭയങ്കര ഗ്രേസ്ഫുൾ ആണ്. താങ്ക് യു. ഒട്ടും എക്സാജറേഷൻ ഇല്ല. അതാണ് അതെ യുനോ ദാറ്റ് ഇസ് വെരി നാച്ചുറൽ. താങ്ക് യു. அது வந்து உங்களுக்காக ஒரு ஸ்பெஷல் டாலண்ட். ഓ ഓക്കെ. ആളെ പോരൂ. അയ്യോ ഞാനങ്ങനെ ഒഴുകി അങ്ങ് പോയി. എവിടെ പോരൂ ഇങ്ങനെ ഭയങ്കര ഇൻവൈറ്റിംഗ് ആ. അത് ചെറിയ ഇൻവൈറ്റ് ഒന്നുമല്ല, ഭയങ്കര സ്നേഹത്തിൽ ഇങ്ങനെ ഒരു അങ്ങനെ വരുന്നതാണ്. പിന്നെ ഏതോ ഒരു പടി എന്ന് പാടിയില്ലേ, ആ പടി ഒന്നുകൂടെ നമുക്കൊന്ന് കയറി നോക്കിയാലോ? ആ ഒന്ന് ശ്രുതി കൊടുത്തേ. ആ ഓക്കെ, ഇപ്പൊ ബെറ്റർ ആണേ. യെസ്. പിന്നെ താരര പാരര താരര ഇല്ലേ, അത് കുറച്ചും കൂടെ ഇമ്പാക്റ്റിൽ പാടാൻ പറ്റുമോ? ചെമ്പകം പൂക്കണ മാളികയിൽ. ഇത് പാവമായി പോയി, റൈക്ക പാവമായി പോയി. ഇത്രയും പാവം വേണ്ട. താരര പാരര പാരരതി. അങ്ങനെ ഓരോ വരിയിലും മധു അങ്ങനെ ഒരു ഇടി കൊടുക്കണം. ചെമ്പകം പൂക്കണ മാളികയിൽ. യെസ്, വരുന്നുണ്ട്. യെസ്. എനിക്ക് ഇടിയാരാന്ന് പറഞ്ഞപ്പോ ശരിയായി. റൈക്ക ബേബി യെസ്. നല്ല സ്മാർട്ടായിരിക്കുന്നു കാണാൻ വേണ്ടിയിട്ട്. Thank you. അവിടുന്ന് ഓടിച്ചാടി വന്നപ്പോ തന്നെ ഇന്നത്തെ പെർഫോമൻസ് പൊളിക്കുന്ന എനിക്ക് മനസ്സിലായി. മലയാളം അറിയില്ല എന്ന് പാടുന്ന കേട്ടാ പറയില്ല കേട്ടോ. ദ വേർഡ്സ് ആർ ലൈക് വെരി ക്ലിയർ. താങ്ക് യു. വളരെ ക്ലിയർ ആയിട്ട് പാടുന്നുണ്ട്. Thank you. യു ജസ്റ്റ് നെയിൽഡ് ഇറ്റ്. Thank you. അടിപൊളിയായി പാടി റൈക്ക ബേബി. താങ്ക് യു. ஏய் ரைக்கா கொண்டே, യെസ്. எப்படி இருக்கே? சூப்பர். நல்லா இருக்கேல? ஓ நல்லா இருக்கேன். பார்த்தா தெரியலையா? சூப்பரா தெரியும். ஓகே. ரொம்ப நல்லா பாடுனீங்க. தேங்க் யூ. நல்லா இருந்தது. பல இடத்திலும் எனக்கு ரொம்ப பிடிச்சிருக்கு. தேங்க் யூ. அப்போ உங்ககிட்ட உள்ளே இருக்கு எல்லாமே, இருக்கு. അത് വെളിയെ കൊണ്ടുവരണം. ഓക്കേ. ഒരു ക്യൂട്ട്നെസ് ഉണ്ട് സംസാരിക്കുമ്പോഴും പാടുമ്പോഴും ആ മൂവ്മെന്റ്സിലും എല്ലാം ഒരു ക്യൂട്ട്നെസ് ഉണ്ട്. ഓക്കേ. മനസ്സിലായോ? മനസ്സിലായി. அப்புறம் என்ன சொல்ல போறேன்? ரொம்ப அழகா இருக்கு. தேங்க் யூ. எவ்ரிதிங் நான் பார்க்கறதுக்கும் நீ பாடினது எல்லாமே ரொம்ப அழகா இருக்கு. Thank you. வெரி ஸ்வீட். என்ன சொல்றது, லைக் இப்படியே கூட்டிட்டு வீட்டுல கொண்டு வெரி கியூட், வெரி ஸ்வீட். அண்ட் சாங் வந்து யூ sang it so beautifully. Thank you. ஃபுல்லா என்ஜாய் பண்ணிட்டேன் அந்த சாங். அண்ட் the chorus also ரொம்ப நல்லா இருந்தது. chorus ஆமா. singers were Chorus also very group good. നന്നായിരുന്നു. അതെ. കോറസ് നമ്മുടെ കഴിഞ്ഞ സീസണിലെ വിന്നേഴ്സ് ആണ് കേട്ടോ. അതെ. chorus അവര് പാടിയത്. അടിപൊളിയായിട്ട് കോറസ് പാടി. How are you learning Malayalam for songs? அப்பா உச்சரணமெல்லாம் சொல்லி தருவா. അപ്പൊക്കെ തരൂല്ലേ മലയാളം? ഉച്ചരിപ്പെല്ലാം അവർ ചൊല്ലി തരുവാണ്. Okay. ഇവിടെ ഒന്ന് എന്നോട് ഫ്ലോറിൽ വരും. അപ്പൊ ഇത് ഒരു ഗിഫ്റ്റ്. താങ്ക് യു. You're very pretty, you're very cute, you're very sweet. താങ്ക് യു. All the very best. താങ്ക് യു. മാർക്ക് കേൾക്കാം നമുക്ക്. മാർക്ക് ക്യാപ്റ്റന്റെ അഭാവത്തിൽ അവിടെ ഇരുന്ന് മാർക്ക് രണ്ടുപേരും കൂടെ Judges പറയുന്നത്. പറയൂ. ജഡ്ജസ് പ്ലീസ്. Shall I? Yes, you Yeah. shall. I have already given you the permission to do it. Thank you, Mike. പവർ ഓഫ് അറ്റോർണി. Go ahead. So today, Raika is going to be awarded 96.75 on 100. താങ്ക് യു. അപ്പൊ റൈക്ക കുട്ടി താങ്ക് യു സോ മച്ച്. ആര്യ ചേച്ചി താങ്ക് യു. Thank you. Thank you. അപർണ ചേച്ചി താങ്ക് യു സോ മച്ച്. ഇപ്പൊ വരാൻ പോകുന്നത് കണ്ണൂരിൽ നിന്ന് ഒരാളാണ്. നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് കൊതിയോടെ കാത്തിരിക്കുന്ന ഒരാളാണ് വരാൻ പോകുന്നത്. ഞങ്ങള് കാത്തിരിക്കുക. ആണ് നമ്മൾ ഒന്നിച്ച് ഒന്നിച്ച് കാത്തിരിക്കുന്നു. കാത്തിരിക്കാം. റിയാൻ കുട്ടൻ എത്തുന്നു. ലെറ്റ്സ് വെൽക്കം റിയാൻ ഓൺ സ്റ്റേജ്. റിയാൻ കുട്ട സുഖാണോടാ? സ്റ്റെപ്പ്. ഹലോ റിയാൻ. ഹായ് റിയാൻ, ഹായ്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെ. സെലക്ഷൻ ആയിട്ട് വല്ല ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോ? ആ ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറഞ്ഞു. ആര്?
അമ്മൂമ്മയും അപ്പൂപ്പനും ഒക്കെ. ആണോ? സ്റ്റാറാ ഇപ്പം. ഓ അത് ശരി. സ്റ്റാറായി. വളരെ നല്ല ഡ്രസ്സാണ് കേട്ടോ ഇന്ന്. അതെ, അല്ലെ? ഇനി ജഡ്ജസ് കുർത്ത പൈജാമ ഗ്രീൻ കളർ അല്ലേ? അടിപൊളി. അതെ, ജഡ്ജസ് കൂടുതൽ thank you, sir. ചോദിക്കുന്നതിന് മുന്നേ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ആ. നമ്മുടെ റിയാൻ കുട്ടന്റെ ഒരു പ്രൊഫൈൽ ഉണ്ട്, കാണാം നമുക്ക്. ഓക്കെ. കാണാം. ഹായ്, എൻ്റെ പേര് റിയാൻ പ്രിയേഷ്. എൻ്റെ സ്ഥലം കണ്ണൂർ അഞ്ചരക്കണ്ടിയാണ്. സ്കൂൾ ഫോർ ദ ബ്ലൈൻഡ് ആലുവയിലാണ് ഞാനിപ്പോൾ പഠിക്കുന്നത്. സകല വിജ്ഞാന നിറവാം ദൈവമേ. നിങ്ങൾ ഫ്ലവേഴ്സ് ചാനലിൽ ടോപ്പ് സിംഗർ എന്ന പരിപാടി കാണാറുണ്ടോ? ആ, നമ്മുടെ റിയാന് അതിൽ സെലക്ഷൻ കിട്ടി. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു വലിയ മ്യൂസീഷ്യൻ ആകണമെന്നാണ്. റിയാൻ ജന്മന ബ്ലൈൻഡ് ആണ്. അവനൊരു 2 വയസ്സുള്ളപ്പോൾ തന്നെ പാട്ടിനോട് വലിയ താല്പര്യമായിരുന്നു. പൊൻവെയിലിൽ കുരുത്ത മുക്കുറ്റികൾ പൂനിലാവോ നുകർന്ന പൂത്തുമ്പകൾ സന്ധ്യ നെഞ്ചത്തെടുത്തു ലാളിച്ചതിൻ ചന്തമാകെ പകർന്ന ജമന്തികൾ. യൂട്യൂബ് കേട്ടാണ് റിയാൻ സിനിമാ പാട്ടൊക്കെ പഠിക്കാറ്. ടി വിയിൽ ടോപ്പ് സിംഗറിൻ്റെ വീഡിയോസ് ഞാൻ കാണാറുണ്ട്. അങ്ങനെ എൻ്റെ മനസ്സിൽ തോന്നിയ ആഗ്രഹമാണ് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ എന്ന വേദിയിൽ പാടണമെന്ന്. I am Riyan Priyesh from Kannur. റിയാൻ കേട്ടാ, എന്തോ? ആ കവിത എന്ത് രസമായിട്ടാണ് പാടിയത്. താങ്ക് യു സാർ. ചന്തമാകെ പകർന്ന ജമന്തി മാത്രമല്ല, എത്രയെത്രയോ മനോഹരങ്ങളായ പൂക്കൾ ഒന്നിച്ച് ഇവിടെ വിടർന്ന് നിൽക്കുന്ന പോലെയാണ് റിയാൻ കുട്ടൻ ഇവിടെ നിൽക്കുന്നത്. യെസ്. താങ്ക് യു സാർ. അപ്പൊ അങ്ങനെ ഇവിടെ എത്തി. ഏത് പാട്ടാണ്? ശ്യാമാംബരം. ആഹാ, ഉഗ്രം പാട്ടാണല്ലോ. ക്യാപ്റ്റൻ, യെസ്. ഒരു പയ്യൻ 17-18 വയസ്സ് വരുമായിരിക്കും. ആ. അയാള് ഒരു സമയത്ത് ശ്യാമാംബരം പാടിയത് കേട്ടിട്ടുണ്ട്. അയാളുടെ ആരാണ്? പാട്ട് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഞാൻ വെച്ചുതരാം. ആ. ഹായ് റിയാൻ. ഹായ്. എന്തൊരു നല്ല വോയിസ് ആണ് റിയാന്റെ. ഇപ്പൊ ഈ വീഡിയോയില് കവിത ചൊല്ലുന്നത് ആ കേൾക്കുമ്പോഴാണെങ്കിലും പാട്ട് പാടിയത് കേൾക്കുമ്പോഴാണെങ്കിലും നമ്മുടെ മനസ്സിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു വോയിസ് ആണ് റിയാന്റെ. സോ ഞാൻ ഭയങ്കരമായിട്ട് കാത്തിരിക്കുക റിയാന്റെ പാട്ട് കേൾക്കാൻ. താങ്ക് യു ചേച്ചി. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി.
ഗുഡ്, വെരി ഗുഡ്, താങ്ക് യു സാർ. വെരി നൈസ്. അരികെ കേട്ടു കേട്ടാൽ മനമലിയും ഹൃദയമന്ത്രിന്ത് അരികെ കേട്ടാൽ കേട്ടാൽ മനമലിയും മന്ത്രചിന്ത് നമ്മുടെ റിയാന്റെ പാട്ട്. ബ്യൂട്ടിഫുൾ സിംഗിങ്. ഞാന് ബ്രെത്ത് കൺട്രോൾ ആലോചിക്കായിരുന്നേ. ഈ പാട്ട് ആക്ച്വലി നല്ല സുഖ കേട്ടിരിക്കുക. നമ്മൾ ഒരു പ്രാവശ്യം പാടി നോക്കിയാൽ, എസ്പെഷ്യലി ആ അനുപല്ലവിയുടെ തുടക്കത്തിൽ പാടി നോക്കിക്കഴിഞ്ഞാൽ ശ്വാസം കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള പാട്ടാ. പക്ഷെ റിയാൻകുട്ടൻ അടിപൊളിയായിട്ട് ചെയ്തു. താങ്ക് യു. അങ്ങനെ ഒരു ബ്രെത്തിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ബ്യൂട്ടിഫുള്ളി ഡൺ. റിയാൻകുട്ടാ എന്തോ അടിപൊളിയായിട്ട് പാടി. താങ്ക് യു സാർ. ഉഗ്രനായിരുന്നു. താങ്ക് യു സാർ. ഇതെങ്ങനെയാ പാട്ട് ഇങ്ങനെ പഠിച്ചു ഇത്ര നന്നായിട്ട്? ഗ്രൂമേഴ്സ് പഠിപ്പിച്ചു. ഗ്രൂമേഴ്സ് ആണോ? ആ, അതായത് റിയാൻ ശ്രമിച്ചില്ല? ഞാൻ ശ്രമിച്ചു. അത് മനസ്സിലായി. അത് ശ്രമിച്ചോണ്ട് അത്ര നന്നായിട്ട് പാടിയത്. ചില സ്ഥലങ്ങളൊക്കെ ഒന്ന് ശ്രുതി ചേർത്താൽ മതി, ബാക്കിയെല്ലാം വളരെ നന്നായി. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു സാർ. പിന്നെ കുറച്ചൊരു ഫീലും, അത്രേ ഉള്ളൂ. ഇങ്ങനെ ഈസി ആയിട്ട് ഇത് പാടിയത് കേട്ടിട്ട് അത്ഭുതമായി സത്യത്തില്. താങ്ക് യു സാർ. ഈസി ഈസി സിംഗിങ്, മിടുമിടുക്കനാണ്. താങ്ക് യു സാർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. അപ്പൊ നമ്മുടെ ആഗ്രഹം ഓക്കെ ആയില്ലേ? ആ, എനിക്ക് അപർണ ചേച്ചിനോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായി. ആണോ? എന്താണ്? ആ. പറയട്ടെ പറയട്ടെ. എന്താ പറഞ്ഞ ചേച്ചി? എന്താ എന്താ ചോദിച്ചോ? എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ചോദിക്ക്. അല്ല, ചോദ്യമല്ല, ഒരു കാര്യം. എന്താണ്? ഒരു 5 വരിയുള്ള പാട്ട് പഠിക്കുമ്പോ തന്നെ എനിക്ക് എന്തോ ഒരു കിളി പോകുന്ന പോലെയാ. പിന്നെ ഈ 2-2.5 മണിക്കൂറുള്ള സിനിമയുടെ ഡയലോഗൊക്കെ ചേച്ചി എങ്ങനെയാ കാണാപ്പാടം പഠിക്കുന്നത്? സത്യം പറയാലോ റിയാൻ ഈ ഇപ്പൊ പാടിയില്ലേ, ഇതുപോലെ പാടാനാണ് എനിക്ക് പേടി. എനിക്ക് ഒരു സ്റ്റേജിൽ ഒരു പാട്ട് മുഴുവനായിട്ട് ലൈവായിട്ട് പാടുക എന്ന് പറയുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ ടെൻഷൻ ഉള്ളത്. അത് എത്ര ഈസി ആയിട്ടാണ് റിയാൻ ചെയ്ത്. അടിപൊളിയായിട്ട് പാടി. ബ്യൂട്ടിഫുൾ സിംഗിങ്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റിയാനെ പോലെയൊക്കെ എളുപ്പമായിട്ട് പാടാനാണ് ആഗ്രഹം. ഇപ്പം ഞാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അതുപോലെ പാടാനാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ ഡയലോഗ്സ് നമുക്ക് കുറെ ആൾക്കാർ സഹായിക്കും, ഡയറക്ടറും നമ്മളുടെ കൂടെ അഭിനയിക്കുന്നവരൊക്കെ സഹായിച്ചിട്ട് നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ അത് ചെയ്തു പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ട്. ചേച്ചി, ഓ എനിക്കൊരു പാട്ട് പാടാനുണ്ട്. ഒരു പാട്ടും കൂടെ. അല്ല, 4 വരി. 4 വരി. 4 വരി. ആർക്ക് വേണ്ടിട്ടാ? അപർണ ചേച്ചിക്ക് വേണ്ടി. ഓക്കെ ഓക്കെ. ശരി ശരി. മഴ പാടും മുകിലായി വന്നതാരോ ഇവളോ, ഇവളോ അറിയാതൊരോമൽ പീലി തിരയുന്നു തമ്മിൽ നാം കാണാതിരുന്ന നേരമാകെ തന്നെയായി നാം. മഴ പാടും കുളിയായി വന്നതാരോ ഇവളോ, തിന്നലായി തണലായി ഇനിയാരോ ഇവനോ. റിയാൻ കുട്ടൻ പാടുമ്പോഴത്തേക്കും നമുക്ക് തോന്നും ദൈവം ഈ ഭൂമിയിലേക്ക് പറന്നിറങ്ങി ഇവിടെ വന്ന് നിന്നു. നമുക്ക് ദൈവത്തിന്റെ ഒരു ഫീലിംഗ്, നമുക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടെങ്കിൽ ആ ഫീലിംഗ്, അതിന്റെ റെസൊണൻസ്, അതിന്റെ നമ്മുടെ ഉള്ളിലേക്ക് കടന്ന് കൂടി അവിടെ തന്നെ ചേക്കേറുന്ന എന്തോ ഒരു വലിയൊരു ഡിവിനിറ്റിയാണ് എനിക്ക് തോന്നുന്നത് ശരിക്കും മോന്റെ പാട്ട് കേൾക്കുമ്പോൾ. ദാറ്റ് ഇസ് എറ്റേണൽ. ശരിക്കും നമുക്ക് വാക്കുകളിലൊന്നും പ്രകടിപ്പിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഇത്രയും എക്സ്ട്രോണറി ആയിട്ടുള്ള ഒരു ടാലന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പാട്ട് ഈ രീതിയിൽ പാടാനായിട്ട് ശ്രമിക്കാൻ പോലും പറ്റുള്ളൂ. തീർച്ചയായിട്ടും അതിനൊരു ധൈര്യം വേണം. അതിനൊരു ധൈര്യം വേണം. അപ്പോൾ ഈ ഇപ്പോൾ നേരത്തെ പറഞ്ഞ നാദം എന്ന് പറഞ്ഞ ഇടങ്ങളിൽ പോലും ശരിക്ക് അവൻ അത് പാടുന്നുണ്ട്, കൃത്യമായിട്ട് പാടാനായിട്ടുള്ള ശ്രമങ്ങൾ അവന്റെ ഭാഗത്ത്. അതൊരു ചെറിയ കാര്യമേ അല്ല എന്റെ മകനെ. താങ്ക് യു സാർ. ലവ് യു. താങ്ക് യു സാർ. ഉമ്മ. ഞാൻ പറഞ്ഞില്ലേ പണ്ട് ഒരു പയ്യൻ പാടിയിട്ടുണ്ടെന്ന്. അതെ, ആ പയ്യന്റെ പാട്ട് ഇവിടെ കേൾക്കാം. ചോദിക്കാൻ ജയചന്ദ്രനായിരിക്കും. ഇത്രയും
മതി പയ്യൻ. ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പയ്യൻ കുഴപ്പമാണ്. വെരി നൈസ്, വെരി നൈസ്. അപ്പൊ അപർണ ചേച്ചി ഗിഫ്റ്റ് കൊടുക്കാം നമുക്ക്. യെസ്, അങ്ങോട്ട് വരട്ടെ. ആ റിയാന് കുറച്ച് സ്വീറ്റ്സ് ആണ്. അപർണ ചേച്ചിയുടെ ഒരു സിനിമ ഇറങ്ങി, അതിന്റെ ഭാഗമായിട്ടും റിയാൻ ഇത്ര അടിപൊളിയായിട്ട് പാടിയതിന്റെ ഭാഗമായിട്ടും സ്വീറ്റ്സ് ഗിഫ്റ്റ് ആയി തരാണ്. താങ്ക് യു ചേച്ചി. ദാ. താങ്ക് യു. ഓൾ ദ വെരി ബെസ്റ്റ്. ചേച്ചി, ഓ, ഞാൻ ചേച്ചിയുടെ ഒരു സിനിമ കണ്ടിട്ടുണ്ട്, കിഷ്കിന്താകാന്ഡം. ഇഷ്ടമായോ? എന്നിട്ട് താങ്ക് യു, താങ്ക് യു. അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ്. അടിപൊളിയായിട്ടുണ്ട് പാട്ട്. ഓക്കെ ചേച്ചി. ഓക്കെ. ഇനി മാർക്ക് കേൾക്കണ്ടേ നമുക്ക്? കേക്കണം. അപ്പൊ കൂടുതൽ സന്തോഷാവും അല്ലേ? എത്ര മാർക്ക് കിട്ടുമായിരിക്കും? അത് സാറ് തന്നെ തീരുമാനിക്കട്ടെ. എന്നാലും ഒരു ഒരു ഏകദേശം ഒരു നമ്പർ പറ. കുഞ്ഞു പാടിയതൊക്കെ വെച്ച് ഈ ഒരു 97 കിട്ടിയാ മതി. കിട്ടിയാ മതി. 97 കിട്ടിയാ മതി. പറഞ്ഞത്. അത്രയുള്ള ആഗ്രഹം. അല്ലെങ്കിൽ സാറിന്റെ ഇഷ്ടം. ഇഷ്ടം. ഓപ്ഷൻ ആരെന്ന് കൂടെ വന്നിട്ടുള്ളേ? അമ്മയും ടീച്ചറും. അമ്മയും ടീച്ചറാണ്. എന്റെ സ്കൂളിൽ മ്യൂസിക് പഠിപ്പിക്കുന്ന ടീച്ചർ തന്നെയാണ് വന്നിട്ടുള്ളത് അല്ലേ? ടീച്ചറുടെ ശബ്ദമല്ലേ ഇപ്പൊ കേട്ടത്? കേട്ടത്. ടീച്ചറുടെ പേരെന്താ? പ്രവീണ. പ്രവീണ. അമ്മയുടെ പേര് രമ്യ. രമ്യ. ഓക്കെ. അത് കാണുമ്പോൾ ടീച്ചർ എത്ര സ്നേഹത്തിലാണ് ഈ കുഞ്ഞിനെ പഠിപ്പിക്കുന്നതെന്ന് അറിയാൻ പറ്റും. അതെ. അതാണ്, അത് ആ മ്യൂസിക്കിലുണ്ട്, അത് പാടുന്നതിലുണ്ട്. അപ്പോഴും മാത്രമാണ് ടീച്ചർ ആവുന്നത്. അതിനൊരു വലിയ സലാമുണ്ട് കേട്ടോ. അമ്മ എന്ത് പറയുന്നു? വളരെയധികം സന്തോഷം, ഒന്നും പറയാനില്ല. ഇത്രയും വലിയൊരു അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ടായി നന്നായിട്ട് പാടണമെന്നൊക്കെ പറഞ്ഞു ഉമ്മയൊക്കെ തന്ന. ആണല്ലേ? ആഹാ, അതാണ് ഇത്ര നന്നായി പാടിയതല്ലേ? ആ, ഇത്രയും വലിയൊരു വേദിയിൽ എന്റെ മോന് ഇങ്ങനെ ഒരു അവസരം കിട്ടിയതില് ഇനി ഇഷ്ടംപോലെ വേദികൾ കീഴടക്കാൻ പോകുന്ന ആളാണ് കേട്ടാ. തീർച്ചയായും തീർച്ചയായും. രമ്യ ചേച്ചി ഇങ്ങോട്ട് വായോ. ഈ തുടക്കത്തിൽ നിന്ന് നമുക്കിനി ഒരു റോക്കറ്റ് നമ്മൾ റോക്കറ്റ് ചെയ്യാൻ പോവാണ്. ലോഞ്ച്. അപ്പൊ അതിന് കട്ടയ്ക്ക് സപ്പോർട്ടാണ് നമ്മൾ മൂന്നുപേരും. കട്ടയ്ക്ക്. താങ്ക് യു സാർ. എന്റെ അമ്മ കരഞ്ഞോണ്ടിരിക്കുക. അയ്യോ, അമ്മ കരയരുത് കേട്ടോ. സന്തോഷം കൊണ്ടല്ലേ, അപ്പൊ കുഴപ്പമില്ല. അപ്പൊ അമ്മ പറയട്ടെ മാർക്ക് എത്രയാണെന്ന്. മാർക്ക് സാറ് പറഞ്ഞോളൂ. റിയാൻകുട്ടൻ ഒരു മാർക്ക് പറഞ്ഞിട്ടുണ്ട് അതെ, നേരത്തെ. ആ മാർക്ക് ഒന്ന് പറഞ്ഞു എന്തായാലും. പ്രിയാങ്കുട്ടൻ പറഞ്ഞ മാർക്ക് 97. യെസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 90s. പ്ലസ് 100. പ്ലസ്സേ പറഞ്ഞുള്ളൂ. പ്ലസ് എന്ന് പറഞ്ഞിട്ടില്ല, എത്രയാന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പ്ലസ് എന്തായാലും തരുന്നുണ്ട്. പ്ലസ് 1. That is 98 on 100. താങ്ക് യു സാർ. അപ്പൊ ബാബായ്, അടുത്ത ദിവസം കാണാവേ. ടാറ്റാ. റിയാൻകുട്ട ബൈ. ബൈ ബൈ. അപർണ ചേച്ചി, നമ്മുടെ ടോപ്പ് സിംഗർ സീസൺ 6ന്റെ ഇന്നത്തെ ഒരു എപ്പിസോഡ് നേരിട്ട് കണ്ടിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ആദ്യത്തെ പ്രേക്ഷകൻ ഞങ്ങളുടെ ചേച്ചിയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. ഞാൻ എപ്പോഴും ഇവിടെ വരുമ്പോ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാറുണ്ട്. Happy ആണ്. ഭയങ്കര ഹാപ്പി ആയിട്ടാണ് തിരിച്ചു പോവാറുള്ളത്. അതിനേക്കാളും അപ്പുറത്തേക്ക് എനിക്ക് തോന്നുന്നു എന്റെ സിനിമകൾ കാണുന്നതിനെക്കാട്ടിലും വീടുകളിൽ എല്ലാവരും എന്നെ ഏറ്റവും കൂടുതൽ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ടോപ്പ് സിംഗറിൽ വന്നിട്ടാണ്. എന്റെ ഓരോ സിനിമാ വിശേഷങ്ങളും എല്ലാം ടോപ്പ് സിംഗർ ഫാൻസ് അത്രയുണ്ട്. എന്റെ വീട്ടിൽ തന്നെ ഉണ്ട് ഒരുപാട് ടോപ്പ് സിംഗർ ഫാൻസ് ഉണ്ട്. താങ്ക് യു സോ മച്ച്. ഇന്ന് നമുക്ക് തൽക്കാലം മൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമാണ് ജഡ്ജസ്. Yes. നമുക്ക് ടാറ്റ പറഞ്ഞാലോ? Yes. തൽക്കാലത്തേക്ക് മാത്രം ടാറ്റ. ബൈ. സീ യു. ടാറ്റ. ബൈ ബൈ.